അമ്മ പാഞ്ചി. എന്നെ ഇടിക്കോ അളിയ നിന്നെയൊക്കെ തൊടാണ്ട് അക്കാ ചീട്ടിരിക്കാ അവിടെ ഉണ്ടൊരക്ക പാവം പാവക്ക ചീമക്ക കോവക്ക തിന്നില്ലല്ലേ വിഴുങ്ങിയുള്ളല്ലേ? ഞാൻ കഴിച്ചു. ആ സാധനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞത്? അണ്ണന്റെ ഒരു കുണ്ടി പുറത്തു കൂട്ടി കുലിക്കാണ്ട് കൂടാ ക്യാമറ കുലിക്കണ്ട കിട്ടില്ലേ? നമുക്ക് ആ പാട്ടിന്റെ വീഡിയോ ഇറക്കാടി. നമുക്ക് ഞാൻ ഒരു വീഡിയോ എടുക്കും. ടാറ്റ ബിർള അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല. I'm just gonna work out some jara moves, man. കുറച്ചൊക്കെ ഫാൻസി എന്നാലേ ജീവിതത്തിലൊക്കെ ഒരു ലൈഫ് ഉള്ളൂ. ഡേവിഡേട്ടാ കിങ്ഫിഷർ ഉണ്ടല്ലോ 2 ബിയർ. അമ്മനിരു കാലി ഡ്രങ്ക് നവനാൽ കാലി ഡ്രങ്ക് അമ്മനിട്ട് കാലി അടിച്ചു പൂസ് മലയാളി അതല്ല ഇവളുടെ കിളി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന വാ ദുരന്തങ്ങളെ വരൂ ദുരന്തങ്ങളെ. അയ്യോ ആനയുടെ കുണ്ടി. കാട്ടവരാതമേ മിണ്ടാണ്ടിരിയട കാട്ട. ആന എടാ നീ ആന തെന്നി വീണാട്ടുണ്ടോ അച്ചു? ഓ ഇതാണല്ലേ മാങ്കുട്ടി. ഓ പശുക്കൂട്ടം. അയ്യോ ഇത് വളർത്തു പശു. വിട്ടേ ഞാൻ പറഞ്ഞതല്ലേ പോകുന്നു. നീ ഇങ്ങാട് വാ. ഇതെന്ത് സാധനം? എന്താ പറയാ, ഈ വഴി കൂടുതൽ വളവ് കൂടുതലല്ലേ, സ്മൂത്ത് റോഡും. അതാ താഴെ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഒന്നും അറിയാൻ താഴെ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ആടല്ല മാൻ. എന്തിടാ താഴെ മാനേ മധുരക്കര. മ്ലാവല്ല, മ്ലാവ് വേറെ അല്ലടാ. ഇതെന്താ, ഇത് മ്ലാവാന്ന് തോന്നുന്നു അല്ലേ? ഇത് മാൻകുട്ടി. മാൻ മറ്റേ മാൻ തന്നെ. മ്ലാവില്ലേ, മ്ലാവ്. കാട്ടാട്, കാട്ടാട് ഈശോയുടെ വലുതായിരിക്കും. കാട്ടാട് കേഴന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ഗൈസ് കുറച്ച് ഫൺ എലമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ പ്രിയനാഥം ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുകയാണ് ഗൈസ്. കാരണം ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പലരും പറഞ്ഞു എന്താ വോയിസ് ഇല്ലല്ലോ, വോയിസ് ഓവർ ചെയ്യൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാനിപ്പോൾ ഇവിടെ രാത്രി 1:10 ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. എനിക്കറിയില്ല എൻ്റെ വോയിസ് എങ്ങനെ ഇരിക്കണേ, മധുരനാദമാണോ അല്ലെങ്കിൽ കേൾക്കാൻ കൊള്ളാത്തതാണോ എന്നൊന്നും അറിയില്ല. എനിവേ ഞങ്ങൾ വട്ടവട പോയ കഥകളാണ് ഞാൻ പറയുന്നത് ഗൈസ്. ഞങ്ങൾ ഒതുങ്ങിപ്പോക്കോളാം ചേട്ടാ, പശുവിനോട് മാറിപ്പോവാൻ പറഞ്ഞാൽ മതി. ആന പോയ വഴിയാണ് കാണുന്നത്. ആന പോയ വഴി പശുവിനെ മുട്ടില്ലടാ. എവിടെ ആന പോയ വഴി? ആന
ആന പോയ വഴിയെവിടെ അറിയില്ലല്ലോ, ആന പോയ വഴിയെവിടെ അറിയില്ലല്ലോ. ആന മലയുടെ മുഖത്തുനിന്ന് കുണ്ടി വെച്ച് ഒരച്ചിട്ടാ താഴത്തോട്ട് വരണേ. എടീ ആനയില്ലടാ ഇതേപോലുള്ള ഇറക്കമില്ലേ, ഇത് ഈ പുറയിലത്തെ 2 കാലിന് വെയിറ്റ് കൊടുത്തിട്ട് പയ്യ ഇങ്ങനെ ഊർന്നിറങ്ങിയല്ലേ വരണേ, അറിയോ? അതായത് ശരിക്കും അങ്ങനെ വരണേ ആന. ഈ തീറ്റിപ്പാലത്തിൽ നിന്ന് നമ്മൾ ഊർന്നിറങ്ങില്ലേ, അതുപോലെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ആന മലയിൽ കൂടി കുണ്ടി കൊണ്ട് നീ ഓർക്കണ പോലെ ആന മറ്റേ ആകാശത്ത് കൊണ്ടെന്നുള്ള മലയിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടിറങ്ങുമല്ലേ, ഇതുപോലത്തെ ചെറിയ സാധനം ഇങ്ങനെ പുറയിലത്തെ കുണ്ടിയിൽ വെയിറ്റ് കൊടുത്ത് ഇങ്ങനെ ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങി ചാടിയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ആൾക്കാർ ഇറങ്ങി ഓടിയ അവസ്ഥയൊക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. വട്ടവട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും വട്ടവടയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടില്ല, എന്നാൽ പോലും മൂന്നാറൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പോകാൻ കൊതിക്കുന്നൊരു സ്ഥലമാണ്. എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിലൊരു യൂറോപ്പ് എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കും. കാരണം വട്ടവട പോകുമ്പോൾ നമ്മളൊരു UK എത്തിയ ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. UK പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്, അഹങ്കാരം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഞാൻ അതൊന്നും പറയരുത് കേസ്. ഇനിയിപ്പോൾ ഒരു നല്ലൊരു യൂറോപ്യൻ ലുക്കാണ് വട്ടവട. കുണ്ടീനെ കയറുമ്പോൾ എന്താ എക്സൈറ്റ്മെന്റ് അല്ലേ. ഓക്കെ, അത് പിന്നെ ഗൈസ് കുണ്ടി പണ്ടേ നമ്മുടെ വീക്ക്നെസ് ആയിപ്പോയി, എന്ത് പറയാനാ. അങ്ങനെയല്ല, അതൊരു പാട്ടല്ലേ. മലർക്കാടുകളിൽ വള്ളികളിൽ ഓയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർമേടുകളിൽ വള്ളികളിൽ ഓയലാടും തെന്നലേ തെന്നലേ. എനിക്കറിയില്ല ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്, കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. എനിക്ക് വോയിസ് ഓവർ ചെയ്ത് ശീലമില്ല, ഞാൻ വീഡിയോയിലൊക്കെ ലൈവായിട്ട് സംസാരിക്കാറാണ് പതിവ്. എനിവേ ഇതിലുള്ള വോയിസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഞാൻ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഞാനായിട്ടിരിക്കാൻ എനിക്കിഷ്ടം. എനിക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, വായി തോന്നിയ പാട്ടൊക്കെ പാടും, ഡാൻസൊക്കെ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. സോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഓഡിയോസൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ നിങ്ങളെ പോരടിപ്പിക്കണേ. അപ്പോൾ നമ്മൾ വട്ടവടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. വട്ടവടേക്ക് പോയിട്ടുള്ളവർക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ആ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ ഏലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ആ ഒരു വളവും ഫുള്ളും നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 ഓപ്ഷൻ ആണെങ്കിൽ, ഒന്നാമത്തത് നല്ല രീതിക്ക് നല്ല ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ പാരൻസ് നമ്മുടെ പൂർവികർ ജീവിച്ച പോലെ അങ്ങനെ ജീവിക്കുക. രണ്ടാമത് ഇങ്ങനെ ഉരുതണ്ടി നടന്ന് ഇങ്ങനെ നാട് കണ്ട് നടന്ന് എന്താ പറയുക, വേറെ സമ്പാദ്യങ്ങളൊന്നും വേണ്ട, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ട്രാവൽ ചെയ്യുക, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ. അതൊക്കെയാണ് നമ്മുടെ ഫാൻറ്റസി ലോകം എന്നൊക്കെ പറയുന്നത്. സോ ഉള്ള സമയത്ത് ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ഫാമിലി ഉണ്ട്, ഒരു ഭാഗത്ത് എൻ്റെ ട്രാവൽസും ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, രണ്ടും നമുക്ക് വേണമല്ലോ. അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുകയാണ് ഗൈസ് ഞാൻ. സോ നിങ്ങൾക്കും പറ്റും, നിങ്ങൾ ട്രൈ ചെയ്യും. ഇഷ്ടമുള്ളവരട്ടോ, ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ പോയ വഴിക്ക് കണ്ടുമുട്ടിയൊരു അതിഥിയായിരുന്നു ഈ പറഞ്ഞ സാധാരണ സിംഹവാലൻ കുരങ്ങനാണോ, അത് അങ്ങനെയാണോ പറയുക എനിക്കറിയില്ല. എന്തായാലും ഒരു കുരങ്ങനാണോ, നല്ല ഭംഗിയുള്ളൊരു കുരങ്ങൻ, ഐശ്വര്യമുള്ള കുരങ്ങൻ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ കാടിനെ പറ്റി വലിയ വിവരവും ബോധമൊന്നും ഇല്ലാത്ത ഞാൻ കണ്ട വെള്ളിമൂങ്ങനെയും കാട്ടുപരുന്തിനെയും കാട്ടുകാക്കയും ഒക്കെ തപ്പിയുള്ള യാത്രയായിരുന്നു ഗൈസ്. 2 സൈഡിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാണുന്ന സാധനത്തിനൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ വലിയ എന്താ കാട്ടുപോത്തിനെ എന്താ പറയുക, എന്തുവാ ഇത്, ആ ബാഹുബലി സിനിമയിൽ ഓടി വരുന്നൊരു സാധനമില്ലേ, മാടെന്നല്ലല്ലോ പറയണേ. എനിവേ ആ സാധനത്തിൻ്റെ ഒരു കൂട്ടത്തിനെ ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുപട്ടിയും അതിനെയൊക്കെയാണ് നോക്കി ഞാൻ പോയത്. അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ പുലി സിംഹമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ആ പോക്കൊക്കെ.
ഫോറസ്റ്റ് ഏരിയയിലോട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറുന്ന റൂട്ടാട്ടോ ഇത്. ഇവിടെ നമുക്ക് ഒരുപാട് ആനിമൽസിനെയും ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത്. അല്ലാതെ ചുമ്മാ റോഡ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എന്തിനെങ്കിലും കാണുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിവേ നമുക്കവിടെ നിർത്താനൊന്നും പാടില്ലായിരുന്നു, കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഒരു ബീച്ച് പേഴ്സൺ ആണ്. എനിക്ക് ബീച്ചസ് ആണ് എനിക്കിഷ്ടം, വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം, പുഴയാണ് ഇഷ്ടം, കടലാണ്, കായൽ, അതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് കാടും ഇഷ്ടമാണ്, മല ഇഷ്ടമാണ്, ഹൈക്കിങ് ഇഷ്ടമാണ്. പക്ഷേ കൂടുതലിഷ്ടം അതാണെന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് കാടിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അല്ലേ, കാട് ഭയങ്കര ഒരു ശാന്തിയും സമാധാനവും ഉള്ളൊരു സ്ഥലമല്ലേ അല്ലേ. എന്തൊരു നിഷ്കളങ്കമായൊരു സ്ഥലമാണെന്നറിയോ അല്ലേ. നമ്മളതിൽ അതിക്രമിച്ച് കയറുന്നത് തന്നെ വലിയൊരു പ്രശ്നമാണ്. ഈ പോണ വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ കാണാൻ. ഇത് കാണാത്തവർക്ക് വേണ്ടി, കണ്ടവർ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുക, വൺസ് എങ്കിലും നിങ്ങൾ പോയിരിക്കണം. ഭയങ്കര ഒരു യൂറോപ്യൻ സ്റ്റൈലെന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഭയങ്കര റെയറായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. സോ ഇവിടെ ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ട്. നമ്മുടെ എന്തുട്ടാ പറയുക, വേഴാമ്പൽ, അതിൻ്റെ സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എവിടെ ഇരിക്കുന്നേ അതിനൊന്നും നമ്മൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പിന്നെ പൈൻ, ഈ നിൽക്കുന്നതൊക്കെ പൈനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കര ഭംഗിയായിരുന്നു, രണ്ട് സൈഡും പൈനായിട്ട് നിൽക്കുന്ന. ആ വീഡിയോ ഉണ്ടോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. രണ്ട് സൈഡും ഫുള്ള് പെയിനായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൊക്കത്ത് കൂടെ കയറിയെന്ന് കാഴ്ച കാണാൻ ഭയങ്കര രസമായിട്ടോ. സാധാരണ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ വേണ്ടി എല്ലാവരും തല്ലുപിടിക്കുമ്പോൾ ഞാൻ ബാക്ക് സീറ്റിലിരിക്കാൻ ഇപ്പോൾ തല്ലുപിടിക്കണം. കാരണം ബാക്ക് സീറ്റിലിരുന്നാലാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നീക്കുന്ന ഈ സാധനങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തോ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി. അതിൻ്റെ പേരൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും വട്ടവടയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം. നമുക്ക് പോണ റൂട്ടൊക്കെ ഭയങ്കര സൂപ്പറായിട്ടൊക്കെ തോന്നും. പക്ഷേ തിരിച്ചു വന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. ആ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഉരുൾപൊട്ടി അങ്ങ് പോകുമെന്ന് തോന്നിപ്പോയി. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഈ റോഡിൽ കാണുന്ന പോലെ ഇങ്ങനെ മണ്ണൊക്കെ ഒലിച്ച് ഉരുളൊക്കെ പൊട്ടണ പോലെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ചേട്ടയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വേറൊരു ബാച്ചായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിച്ചു പൊളിച്ചൊക്കെയാണ് പോയത്. ഒരുപാട് സ്ഥലങ്ങളൊന്നും വട്ടവടയിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് നല്ല സ്ഥലങ്ങളിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ റൂം എടുത്തത് പോലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്തായിരുന്നു. അതുപോലെ ഈ വെള്ളച്ചാട്ടം, അവിടെ ഞങ്ങൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. അതും അതേ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈഡ് കാണുന്നത് കൊക്കയാട്ടോ. നമുക്ക് ചെറിയൊരു വഴിയുള്ളൂ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകുന്നതാണ് ഈ സദനം. നല്ല തണുത്ത അടിപൊളി വെള്ളമാണ്. നല്ല രസമുണ്ടായിരുന്നു പോവാനായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഒക്കെ. വഴി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനൊരു വെള്ളപ്പേഴ്സണാണ്. വെള്ളപ്പേഴ്സൺ മീൻസ് വാട്ടർ ഗേൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ തണ്ണീന്നല്ല കേട്ടോ, എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. സോ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ, ഇതിന് മുന്നേ ഞാൻ വട്ടവട വന്നപ്പോൾ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സോ ഈ ഒരു സാധനം കണ്ടപ്പോൾ എൻ്റെ ആ പരിധിയുള്ള പോക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ഒരു ഓട്ടമാണ് കാണുന്നത്. എനിക്ക് അത്രയും ജീവനാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങണം. കടൽ കണ്ടു കഴിഞ്ഞാൽ കാല് കുത്താണ്ട് ഞാൻ പോരത്തില്ല. അത്രയും പ്രാന്തണ്ട് എനിക്ക്. വെള്ളപ്രാന്തിയാണ് ഞാൻ. ഭയങ്കര ഇഷ്ടം. എനിക്ക് വെള്ളത്തിൽ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ചാടി ഇറങ്ങുക, അങ്ങനത്തെ കുറേയുള്ള സ്വഭാവം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെള്ളച്ചാട്ടമായിരുന്നു. ഡേഞ്ചർ അല്ലായിരുന്നു. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ നല്ല രീതിയിൽ കുറച്ച് കാലൊക്കെ നനച്ച് കയറിയെന്ന് മാത്രം. പിന്നെ അത്രയും ക്രൗഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ കാണുന്ന വഴി കൂടെ ഞങ്ങൾ മോള് വരെ പോയായിരുന്നു കേട്ടോ. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മണ്ടയിലെത്തിയില്ല, എന്നാലും ഒരു പരിധി വരെ പോയി. വഴി കഴിയുന്ന വരെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. വഴി കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ വേണമെങ്കിൽ വഴി ഉണ്ടാക്കി വേണം പോകാൻ. എന്തിനാ അത്രയും റിസ്ക് ഒന്നും നമ്മളെടുത്തില്ല. വല്ലപ്പോഴും വരുന്നതല്ലേ, എന്തിനാ പിന്നെ ജീവിതം നമ്മൾ അവിടെ അവസാനിപ്പിക്കണേന്ന് തോന്നി.
ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോട വരുന്നുണ്ടായിരുന്നു, മഴ വരുന്നുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ നനഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് മലമണ്ടയ്ക്ക് പോകുന്ന വഴിയാണ്. മലമണ്ട കയറിയപ്പോൾ കണ്ട കാഴ്ച അത് വെള്ളച്ചാട്ടത്തിനേക്കാളും അതിക്രമിച്ചിരുന്നു ഗൈസ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മാജിക് മഷ്റൂം അടിച്ച പല കളറും കാണാമെന്ന്. ഞാൻ പറയാം, ഒരു മാജിക് മഷ്റൂമും വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ട ഗൈസ്. ഈ മലമണ്ടേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല നിറങ്ങൾ കാണാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണുന്നത്. അവിടെ നിന്ന് നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ കൃഷിയാണ്. എൻ്റെ പട്ടി ഷോ, വെറും ഷോ. അത് പലതരത്തിലുള്ള കൃഷികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അവിടെ മൾട്ടി കളർ നമുക്ക് കാണാൻ പറ്റുന്നേ. പലരും പറഞ്ഞിട്ടുണ്ട് വട്ടവടയിൽ വന്ന് മഷടിച്ചാൽ പല കളർ കാണാമെന്ന്. ഇതാണോ അവർ ഉദ്ദേശിക്കണതെന്ന് എനിക്കറിയില്ല. ഇവിടെ അടിക്കാണ്ട് വന്നാലും നമുക്ക് പല കളർ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ ഇനിയുള്ള വീഡിയോസിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ കുറേ ഹിന്ദിക്കാരും പോട്ടെ തമിഴന്മാരുണ്ടായിരുന്നു. അവർ കുറച്ച് അലമ്പാക്കി കളഞ്ഞു നമ്മളെ. വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ഇത്രയൊന്നും മുകളിലോട്ടൊന്നും ആരും കയറിയിട്ടില്ല. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും അത്രയും ടോപ്പിലാണ് ഞങ്ങൾ പോയിരുന്ന വ്യൂ കണ്ടത്. ഭയങ്കര, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ള അത്രയും സന്തോഷം. ആ സമയത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു ബ്യൂട്ടി കണ്ട് ആസ്വദിച്ച് സംസാരിച്ച് അവിടെ ഇരുന്നു. അവിടെ ഞാൻ ഫോണിനൊരു ഇട കൊടുത്തില്ല. കണ്ടോ, നിങ്ങൾ കണ്ടോ, അവിടെ കൃഷി ആയതുകൊണ്ടാണ് അത്രയും ഭയങ്കര, നമ്മളത് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. എന്താ പറയുക, അത്രയും കളേഴ്സ് ഉണ്ട് അവിടെ. അത്രയും നമുക്ക് ഈ പലതരത്തിലുള്ള കൃഷികൾ കുഞ്ഞു കുഞ്ഞു പ്ലോട്ടിലായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതിനത്രയും ഭംഗി. ആ ഒരു താഴെ ഭാഗം മാത്രം. മുകളിലോട്ട് വീണ്ടും ഈ ഒരു പൈൻ ഫോറസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ നിൽക്കുക, പിന്നെ കോട വരിക, മൂടുക. അതും നല്ലൊരു ക്ലൈമറ്റാട്ടോ. വെയിലും ഉണ്ടായിരുന്നു. വെയിൽ മീൻസ് ആഞ്ഞ വെയിലൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള വെയിലും തണുപ്പും. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സാധനവും ആ ഒരു ബാലൻസിങ് ആയിട്ട് നിന്നു. ഇതാണ് ഗൈസ് പ്രകൃതി തന്നെ തന്ന ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ. കാരണം നമ്മളവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ആ മലമണ്ടയിൽ സ്പെൻഡ് ചെയ്ത ടൈം എത്രയാണെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു അറിവില്ല. അത്രയും ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. എന്താ പറയുക, ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. അണ്ണന്റെ ഒരു കുണ്ടി പുറത്തു, ഒരു കുണ്ടി അകത്ത് നോക്കിയിരിക്കണത്. അതെന്താന്നറിയാം എനിക്ക്, ക്ലയന്റാണ് അവർക്ക് ഇമ്പോർട്ടന്റ്. കുണ്ടി പറഞ്ഞ പുറത്തായാലും ക്ലയന്റ് വരെയൊക്കെ നമ്മുടെ സ്വന്തം ചേട്ടയാണ്. അടിച്ച് കിണ്ടിയായി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വേറെ വൈബാണ്. പിന്നെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക, വളിച്ച കോമഡികൾ അടിക്കുക, അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഞാൻ എല്ലാത്തിനും ഓക്കെയാണ്. ആര് എന്ത് കോമഡി പറഞ്ഞാലും ഞാൻ ചെറുക്കും. അതല്ല ഞാൻ ചേട്ടക്ക് ഇത്ര നേരം കുഴപ്പമുണ്ടായില്ലല്ലോ. മഴ കഴിഞ്ഞപ്പോഴാണ് കുഴപ്പം. എനിക്ക് തലയിൽ മഴ കുതിർന്നു. എവിടെ ട്രിപ്പ് പോയാലും ആ ട്രിപ്പ് ഒരു മനുഷ്യൻ എൻ്റെ കൂടെ വന്ന ഒരു മനുഷ്യൻ പോലും മറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്രയും വൈബാക്കാൻ പറ്റും, അത്രയും വൈബാക്കുക, എൻജോയ് ചെയ്യുക.
വായി തോന്നിയതൊക്കെ പറയുക, പാടുക, ഡാൻസ് ചെയ്യുക, ഇതൊന്നും നമുക്ക് കഴിവുണ്ടായിട്ടല്ല ഗൈസ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണതാണ്. പിന്നെ ഞാൻ സന്തോഷിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് ഗൈസ്. സോ പോണ വഴിക്കൊക്കെ നമ്മളിങ്ങനെ കോമഡിയൊക്കെ അടിച്ചിട്ടാണ് പോണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ട് വെക്കാൻ ഞാൻ നോക്കും. എനിക്ക് ചത്ത കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കാൻ എൻ്റെ ജന്മത്തെ എന്നെ കൊണ്ട് സാധിക്കില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ട്രിപ്പ് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മറിച്ചിടുന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും. അവൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകാൻ ഒരവസരവും ഞാൻ കളയാറില്ല. അങ്ങനെ പോയൊരു ട്രിപ്പാണ് ഗൈസ്, നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചത് നിങ്ങളെ കാണിക്കാൻ. അതിപ്പോ മറ്റേ മലയുടെ വെളിയിൽ നിന്നിട്ട് ഒന്ന് വീണത് കാശ് വേണ്ടിയാ മലയുടെ മോളിൽ ഒരു മന്ദത ഇറങ്ങിയപ്പോഴാണ് ഇതിനേക്കാൾ അപ്പുറം കൊളിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നാളെ അച്ഛൻ വണ്ടി എടുക്കും, അല്ലാളിയാൻ വണ്ടി എടുക്കും. ഒതുക്കി തന്നതാണോ അമ്പടി? എനിക്കൊന്നും നമ്മുടെ പേടിച്ചല്ല, വഴിയറാണ്ട് നിങ്ങള് പോയി ഞാൻ പുറകെ വരാന്ന് വഴി തെറ്റിന്ന് തോന്നണ്. ഇത് ഏതുകൊണ്ട് കുഗ്രാമത്തിലോട്ട് പോണ വഴിയാ, നമ്മുടെ വഴി കേറ്റോർന്ന് തെറ്റിട്ടൊന്നുമില്ല. നോക്കണ വണ്ടി നോക്കണം. എടുത്തോ ഫോട്ടോ എടുത്തോ എല്ലാരും എടുത്തോ. ഉമ്മച്ചിക്കുട്ടി ഇവിടെ ഉമ്മച്ചിക്കുട്ടി ഉമ്മച്ചീനെ പിടിച്ചിട്ട് ഇപ്പുണ്ട്. പാത്തുമ്മ, കുഞ്ഞുമ്മ, ദീപാത്തു, വല്യമ്മ, ഉമ്മ കുലിച്ചു പറ്റല്ലെങ്കിൽ മാറി. രണ്ടിടത്തിന്റെ വണ്ടിയുടെ ഒക്കെ തീറ്റിക്കോ? ക്യൂ ആണ് ഇത്ര വണ്ടി. ആ വണ്ടി കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു, അതാണ് ആ ഇല എടുത്തിട്ടാണ് ഫ്രണ്ടില്. ഇല വെച്ചേക്കണത്. പിന്നെ എന്തിനാണ് ആര്യവേപ്പിന്റെ ഇല? ആര്യവേപ്പ് ദേവിയുടെ ഇലയാ. മൂദേവി. ശരി, ഓക്കെ. അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞു? ശശി. എന്നാ ഇടിക്കോ? അച്ചു കരാട്ടെ, അറിയാൻ കളരി ഇല്ലേ പടത്തിനെ മറ്റേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ കാട്ടിലുള്ള കാട്ടുകുയിലുകൾ കൂവുന്നത് ഭയങ്കര മനോഹരമായിട്ടാണ്. അതൊരു ഈണത്തിലും താളത്തിലുമാണത് കൂവുന്നത്. വേണമെങ്കിൽ അതിൻ്റെ അത് കൂവുന്നത് കേട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിക് ഉണ്ടാക്കാം. അത്രയും സൂപ്പറാണ് ഗൈസ്. എടാ അച്ചുവേ, നീ ഇവിടെ നിന്ന് മുള്ളുവാണോടാ, മാറി നിന്ന് മുള്ളടാ അച്ചു എന്നായിരിക്കും ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവണേ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കുയിലുകളെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ, അതായത് എറണാകുളത്താണല്ലോ എൻ്റെ വീട്, അവിടത്തെ ഉള്ള കുയിലുകളൊക്കെ കൂ കൂ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര സൂപ്പറാണ് ഗൈസ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്.